മലയാള സിനിമ ഇതുവരെയായിട്ടും ഡിസ്കവർ ചെയ്യാത്തതും ഇനി ഡിസ്കവർ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മലയാളം സിനിമയെ കുറിച്ച് നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ്, മിസ്റ്റർ മനീഷ്. വെൽക്കം ടു പോഡ്കാസ്റ്റ്. അപ്പോ മലയാളം സിനിമ നായകന്മാരുടെ സ്വഭാവത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ധാരാളം മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉദ്ദേശിച്ച് അതായത് ഇവ സ്വഭാവ രൂപീകരണത്തിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫാൻസിനോടുള്ള ഒരു സമീപനം തോന്നിയിട്ടുണ്ട്? മലയാള സിനിമയില് ഫാൻസ് ഒരു സംഘടിതമായിട്ടുള്ളൊരു സെറ്റപ്പുകളൊക്കെ വന്നു തുടങ്ങി. മോഹൻലാൽ, മമ്മൂട്ടി ആ ഒരു ഇതിന് ശേഷം തന്നെയൊന്നും തോന്നിയിട്ടില്ല. അതിന് മുമ്പൊന്നും അങ്ങനെ അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നടന്മാര് അവരുടെ മറ്റേ എന്തൊരു ബിസിനസ് അതൊരു കാര്യമാണല്ലോ, അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിൽ കൂടെ കുറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ, ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് പൊതുജനങ്ങളുടെ ഇടയിൽ പെരുമാറുന്നതാണോ അതോ അല്ലെങ്കിൽ സിനിമ പലപ്പോഴും നമ്മൾ വിശാലമായിട്ട് ഇപ്പൊ ചെറിയ രീതിയിലല്ലാതെ വിശാലമായിട്ട് സംസാരിക്കേണ്ടി വരും ചിലർക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ സിനിമയുടെ ഘട്ടങ്ങളായിട്ട് നമുക്കിങ്ങനെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്, മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണല്ലോ മലയാളം സിനിമയുടെ ഒരു ജനറേഷൻ. അതെ, ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ സിനിമ കാണുന്നത് മമ്മൂട്ടിയുടെ നമ്മുടെ മായാവി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു 2010 ആ ടൈമിൽ എപ്പോഴാണ്, അതിനുശേഷം ആ സമയത്താണ് ആദ്യമായിട്ട് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പോ അത് ഞാൻ കാണുന്നു. അത് ഞാൻ കണ്ടത് നമ്മളെ മലപ്പുറത്ത് മഞ്ചേരിയുള്ള പഴയൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് പൊളിച്ചു പോയി, മേലാക്കത്തടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ആദ്യം കണ്ടത്. അപ്പോ അന്ന് എനിക്ക് ബേസിക്കലി സിനിമ വ്യൂവിങ് അറിയില്ല, എന്താണ് സിനിമ അറിയില്ല. നമ്മൾ വെറുതെ പോകുന്നു, ഞാൻ കരഞ്ഞു തിരിച്ചു വന്നു. അതായിരുന്നു എന്റെ ലൈഫിൽ ആദ്യത്തെ സിനിമ. ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പോ അന്ന് അങ്ങനെ നിന്നൊരു സിനിമയിൽ നിന്ന് ഇപ്പൊ ഒരു അത്യാവശ്യം അതായത് ബുദ്ധി വളർന്ന ഒരു കുട്ടിക്ക് പോയി മലയാളം സിനിമ ധൈര്യമായിട്ട് കാണാം. ഒരു 150 രൂപ കൊടുത്താലും നഷ്ടപ്പെടാനൊന്നുമില്ല. അതായത് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പം മലയാളം സിനിമ ഇൻഡസ്ട്രി മാറിയിരിക്കുകയാണ്. അല്ല, മാറി എന്ന് പറയാൻ പറ്റില്ല, അതല്ല കാലത്തുണ്ടെന്നേ. അതിലാണ് വിഷയം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ കാലത്തും ഇപ്പൊ പഴയ ആൾക്കാർ പറയും പഴയതാണ് നല്ലത്, പുതിയതിലൊന്നുമില്ല എന്നൊക്കെ പറയുന്ന പോലെ. അതങ്ങനെയല്ല. അത് ഓരോ കാലത്തും അതേ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സിനിമകളും അതിന്റെ മൂല്യങ്ങളും ഉണ്ട്. ഒന്നുമില്ലാത്ത അതായത് ഒരു സിനിമയില് ഇപ്പൊ കഥയില്ലാതെ നമ്മൾ പറയില്ല, ചില സിനിമകളുണ്ട് ആ പടത്തിന് വലിയ കഥ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും, ആ പടം വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു കഥ ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബേസിക്കലി ഒരു കഥയിലൂടെയാണ് ആ കഥ പറഞ്ഞു പോകുന്ന രീതി. അതിന് ആ കഥ പറയാൻ വേണ്ടിട്ട് കഥാകൃത്ത് പറ്റും നമ്മൾ പറയാം. കഥ പറച്ചിലിന്റെ ഒരു രീതിയാണ് സിനിമ, മീഡിയമാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോവലുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ഒരു മീഡിയമാണ് സിനിമ. പക്ഷെ കഥാകാരൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതല്ല, ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിൽ കൂടി ഒരു കഥ പറയുന്നതാണ് സിനിമയിലൂടെ. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു കഥാപ്രസംഗികനോ അല്ലെങ്കിൽ കഥാപ്രസംഗികനോ ഒരു കഥ പറയണമെങ്കിൽ 2-3 ആൾക്കാരുടെ ഹെൽപ്പ് മതി, അയാൾ കൂടെ സഹായിക്കുന്ന പിന്നെ സഹായിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഓരോ രീതികളുണ്ട്. സിനിമ എന്ന് പറഞ്ഞ ഒരു കമ്പൈൻഡ് എഫേർട്ട് ആണ്. അപ്പൊ അതിന് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ 3 സ്റ്റേജുകളും കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ വരുമ്പോ ഞാൻ നേരത്തെ ചോദ്യം തുടങ്ങിയത് മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള രണ്ട് പ്രതിഭകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത്രയും വലിയൊരു സ്റ്റേജില് ഏതൊരു സിനിമ നടൻ, നമ്മൾ വിചാരിക്കും സിനിമയിൽ അഭിനയിക്കുന്ന വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മളൊരു ക്യാമറയുടെ മുന്നിൽ ഇപ്പൊ തന്നെ നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എത്രത്തോളം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സംഭവം ചെയ്യുന്നതിന് വേണ്ടി റിസർച്ചും ഐഡിയേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് അതിന് എടുക്കുന്നുണ്ട്. അപ്പോ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ട് പ്രതിഭകള് ഇപ്പം ഇന്നലെ എന്ന് പറഞ്ഞ പോലെ പൊട്ടിമുളച്ചു വന്ന ആൾക്കാരല്ല. അപ്പൊ അവർക്ക് ഇതിന് മുന്നേ ഇപ്പം അവരുടെ എഡ്യൂക്കേഷനിൽ തന്നെ തുടങ്ങിയിട്ട് ചിലപ്പം സ്കൂൾ കാലഘട്ടത്തോ ഡ്രാമകൾ അതേപോലെ കാര്യങ്ങളിലേക്ക് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴുള്ള ഇപ്പോ വരുന്ന അഭിനേതാക്കൾ പലരും ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ വന്നിട്ട് സിനിമയിലേക്ക് കയറിയ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാണികളാണ്, നമ്മൾ വ്യൂവേഴ്സ് ആണ്, നമ്മളുടെ അഭിപ്രായം പറയുന്നു. അതെ. അപ്പോ ആ ഒരു മാറ്റാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അതാണ് മാറ്റം എന്നത്. കാരണം നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോകുമ്പോ ആദ്യം അതിന്റെ സ്റ്റോറി റെഡി ആവണം. രണ്ടാമത് നമ്മൾ നോക്കുന്നത് അതിൽ കാസ്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്. അപ്പോ ഇപ്പൊ ഉള്ള നടിമാരൊക്കെ ആ കാസ്റ്റിംഗ് കറക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഓരോ സിനിമേനെ അനുബന്ധിച്ച്? അല്ല, സിനിമ മാറി.
അത് ശരിയാണ്, സിനിമ മാറി എന്നുള്ളത്. സിനിമ മാറി എന്ന് പറയുന്നത് ഇപ്പോ പഴയ സത്യൻ പ്രേം നസീർ കാലഘട്ടത്തില് കഥ പറഞ്ഞിരുന്ന ശൈലിയല്ല ഇപ്പൊ. പിന്നീട് സോമൻ, സുകുമാരൻ അങ്ങനെ ഒരു ദ്വന്ദ്ം വന്നപ്പോ അത് കഴിഞ്ഞ് മോഹൻലാൽ മമ്മൂട്ടിയിലേക്ക് വരുമ്പോഴും അതിനുശേഷം സുരേഷ് ഗോപി, ജയറാം അങ്ങനെയുള്ള, അതായത് അതിങ്ങനെ ഒരു തുടർച്ചയായിട്ട്, അതായത് ആസ്വാദകൻ അവന്റെ തലം മാറുന്നതിനനുസരിച്ചിട്ട് ഈ സിനിമയുടെ കഥ പറച്ചിലും കാസ്റ്റിങ്ങും അതിന് വന്നു പോകുന്ന ആൾക്കാരും, അതായത് ഇപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ പ്രേം നസീർ എന്ന നടൻ അഭിനയം തുടങ്ങി അദ്ദേഹത്തിന്റെ അവസാന ധ്വനി എന്ന സിനിമ വരെ എത്തുമ്പോഴേക്കും ആൾ അച്ഛനായി അഭിനയിച്ച് പിന്നീട് ആള് അദ്ദേഹം അഭിനയിച്ചിരുന്ന ശൈലിയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് സിനിമ മാറിയപ്പോ അദ്ദേഹം കാലയവനിക്കുള്ളിലേക്ക് പോയി, മരിച്ചുപോയി. അപ്പൊ അതുപോലെ അപ്പൊ അവിടെ നിന്ന് റീലയും കൊണ്ടുവന്ന ഏകദേശം മാർഗത്തിലെത്തി കൊണ്ടുവന്ന കുതിരോട്ടമൊപ്പ് എന്ന് പറഞ്ഞൊരു അതിലെ കലാകാരൻ നരസിംഹത്തിൽ അവസാനിക്കുമ്പോഴത്തേനും അതിന്റെ കാലഘട്ടം മാറി. ഇപ്പോ സത്യനന്ദിക്കാട് എന്ന മഹാനായിട്ടുള്ള സംവിധാനം എപ്പോഴും പറയും, എനിക്ക് ഇപ്പൊ കഥ എഴുതുമ്പോൾ മുഖങ്ങൾ കിട്ടാറില്ല. ഒരു കഥയ്ക്ക് വേണ്ടി ഒരു കഥാപാത്രത്തിനെ ചിന്തിക്കുമ്പോ, കാരണം അദ്ദേഹം ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടമുണ്ട്. അതായത് മലയാളത്തിൽ നമ്മൾ അറിയില്ല, നേരത്തെ പറഞ്ഞ എണ്ണം പറഞ്ഞ നല്ല അസൽ അഭിനേതാക്കള് പറഞ്ഞ 10 പറഞ്ഞ 100 ചെയ്ത് കാണിക്കുന്ന ആ രീതിക്ക് അഭിനയിക്കുന്ന അത്രയും കലാകാരൻ, അവരുടെ ഒരു കൂട്ടം ഏകദേശം അവസാനിച്ച് ശ്രീനിവാസൻ അദ്ദേഹം കൂടി പോയപ്പോ അതിപ്പോ ആരുണ്ട്, ആരുമില്ലാത്ത കൈയൊഴിഞ്ഞ അവസരമാണ്. എന്നിട്ടും അവസാനം ഈ സത്യനന്ദിക്കാട് അവസാനം എടുത്തു വെച്ച പടങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ത്യൻ പ്രണത ആയിക്കോട്ടെ, സ്നേഹവിടെ ആയിക്കോട്ടെ, അപ്പൊ ഓരോരുത്തരായിട്ട് കുറഞ്ഞിട്ട് ഇന്നസെന്റ്, KPSC അങ്ങനെ പോയി ഇന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോ ചുറ്റുണ്ടായിരുന്ന ആരുമില്ല. അപ്പൊ പക്ഷെ അപ്പോഴെന്താണ് ആള് ചുറ്റുമില്ലാതെ ആ കാലഘട്ടം മാറി വന്നപ്പോ ഇന്നത്തെ സിനിമ പരിസരവും മാറി. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ വാഴ എന്ന് പറഞ്ഞ 1-2 സിനിമകളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു റീലിന്ന് വന്ന് അഭിനയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അഭിനയമാണ് അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയുടെ ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റിവിറ്റി തലത്തിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ, അതോ ക്രിയേറ്റിവിറ്റി തലത്തിനെ ബാധിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജസ്റ്റ് പാസീവ് ആയിട്ടുള്ള ഒരു ആസ്വാദനമാണെങ്കിൽ ഓക്കെ, നമ്മൾ വാഴ കാണുന്നു, കൊള്ളാം, അഭിപ്രായം വൺ ടൈം വാച്ച് ഇതിൽ കണ്ടു കഴിഞ്ഞു. അഗാധമായി പഠനത്തിന് ഇതേമാക്കി അഭിനയിക്കേണ്ട സാഹിത്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഇല്ല തന്നെ പറയുന്നത്. കാരണം പക്ഷെ അതേ സമയം ഉണ്ടല്ല ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ ഭയങ്കര ഇതാണ്. ഇത് ആ നാട്ടന്നെ ശരിക്കും നമ്മൾ അറിയില്ലേ അഭിനയിപ്പിച്ച കുഞ്ചാക്കോ ബോബൻ പണ്ട് സിമ്പിൾ ആയിട്ടുള്ള മറ്റേ എന്താ പറയാ തമാശ മറ്റേ അല്ലെങ്കിൽ പ്രേമ ചോക്ലേറ്റ് ബോയ് എന്നുള്ള ഇമേജിൽ പോയിരുന്ന മനുഷ്യൻ അത് നിർത്തി ബിസിനസ്സിന് പോയി. പിന്നീട് അത് കടന്ന് തിരിച്ച് സ്പാനിഷ് മസാല എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ട് നടന്നു വരുന്നത്. ആ പടത്തിൽ കടന്നു വന്നിട്ട് ആ ഒരു വില്ലനിസം, അതായത് അത്രയും നാള് ചോക്ലേറ്റ് ബോയ് എന്നുള്ള അതേ അവസാനം ഏകദേശം കസ്തൂരിമാനിലൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയിട്ട് പിന്നെ വരുന്നത് ആ ഹെയർ സ്റ്റൈലും ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അഭിനയത്തിന്റെ വേറെ ലെവലിലാണ്. കാരണം 100% പുള്ളിയാളുടെ ഇത് ഫഹദ് തിരിച്ചു വന്നു പറയുന്ന പോലെ ആദ്യത്തെ മറ്റേ കയ്യത്തിന് ദൂരത്ത് വൻ ഫ്ലോപ്പായിട്ട് എല്ലാവരും ആളെ കളിയാക്കിയിട്ട് അഭിനയത്തിനെ കുറ്റം പറഞ്ഞിട്ട് വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് അതുണ്ട് ചാപ്പക്കുരിശില്. പിന്നെ ഫഹദ് എന്ന് പറഞ്ഞ നടൻ അതുപോലെ ഫഹദിന്റെ സീനിയറാണ് കുഞ്ചാക്കോ. പിന്നെ വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ഈ നമ്മുടെ എൽസമ്മ എന്ന ആൺകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പടത്തിൽ ഓരോ പടത്തിലും കുഞ്ചാക്കോപ്പന്നെ ഇങ്ങനെ കയറി വന്ന് നിന്ന് അഭിനയിക്കുമ്പോ വേറെ ലെവലാണ് അഭിനയം. കാരണം ചെറിയ അത് ചോക്ലേറ്റ് അല്ല, മനസ്സിലായി, കംപ്ലീറ്റ്ലി ഹാർഡായിട്ടുള്ള റഫായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലൊക്കെ ബിഗും ഇതാണ് അവരൊക്കെ അവര് ആദ്യ കാലങ്ങളിൽ അഭിനയിച്ചു വരാം. അപ്പൊ വേണ്ട, അതിന്റെ ആവശ്യമില്ല, അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 100 കൊല്ലത്തേക്ക് അവരോട് പറഞ്ഞത് അവരെ ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ വാഴപോലുള്ള പടം അന്നും ഇപ്പൊ ഈ പറയുമ്പോ കൂട്ടി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും പല ലെയർ ഓഫ് സിനിമകൾ പോകുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സിനിമകളുണ്ട്. നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് ആസ്വാദകൻ. ആസ്വാദനം എന്തിനാണ്? സന്തോഷിക്കാനുള്ള സിനിമകളാണ് പോകുന്നത്. അപ്പൊ അവൻ കാണുന്നത് എന്തിട്ടാ അവന് ഇഷ്ടപ്പെടണ്ട. ഇപ്പൊ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സത്യനന്ദിക്കാടിന്റെ ഒരു പടം പോണതിന്റെ ഒപ്പം തന്നെ ചിലപ്പോ ഷാജി കൈലാസിന്റെ ഒരു ആക്ഷൻ പടം പോലെ തന്നെ പോകുന്നുണ്ടാവും. അതേസമയം മുകേഷിനൊക്കെ ഉള്ള നടന്മാരുടെ എപ്പോഴും 2-3 ലെയർ നടന്മാരുണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാറുകൾ. പിന്നെ
കുറച്ച് അതിൽ താഴ്ന്നവര്, പിന്നെ കോമഡി, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 പേര് ചേർന്നിട്ട് സിനിമ ഉണ്ടാക്കും. ഈ വാഴ എന്നൊക്കെ പറഞ്ഞ ഒരു നടൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടമാണ്. ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റ്. സൂപ്പർ നടൻ ഒരാളെ ബേസിലല്ല പോകുന്നത്. അതേ സമയത്ത് മറ്റേ ഈ പറഞ്ഞോട്ട് അന്ന് പണ്ട് ഈ 2000-ലൊക്കെ നാദിർ ഷാ, ഈ കോമഡിക്കാരില്ലേ മിമിക്രി, ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടിരിക്കുന്ന നാദിർ ഷാനെ പോലുള്ള ദിലീപ്, അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ഷാജു, അങ്ങനെയുള്ള കുറച്ച് നടന്മാരുണ്ട്. അവർ 3-4 പേര് ചേർന്നിട്ടൊക്കെ പടങ്ങളുണ്ടാവും. കുറേ പടങ്ങള് ചെറിയ ചെറിയ, അതായത് സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ഒരു സിനിമ ഇറക്കണം എന്നൊക്കെ കൊതികൊണ്ട് നടന്നിരുന്ന അന്നത്തെ യുവാക്കള് അവര് ചെയ്തിരുന്ന പടങ്ങള്. അതായത് ഇപ്പൊ കോമഡിയിൽ നിന്ന് ഏകദേശം ഇപ്പൊ കോമഡി വെച്ചാല് മിമിക്രി പരിപാടികളില്ലേ, മിമിക്സ് പരിപാടികളിൽ നിന്നൊക്കെ ഒന്നാണ് നമ്മുടെ മഹേഷ്, അല്ലല്ല നമ്മുടെ സിദ്ദിഖ് ലാൽ. അവര് ഏറ്റവും മികച്ച സംവിധായകരായിട്ട് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ പിൻപറ്റിയിട്ട് അവരുടെ പുറകിലൂടെ മിമിക്രി ലോകത്തുനിന്ന് വന്നിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവരുടെ സ്വപ്നങ്ങളായിരുന്നു ചെറിയ ചെറിയ പടങ്ങൾ. ഇന്നത്തെ എക്സ്പോഷർ അവർക്ക് കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളൊക്കെ അത് ചെറുതാണ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ അനുഭവിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയ സെറ്റപ്പുകളൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോൾ എന്താണെന്നറിയോ, അത് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്.